പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരള കർഷക സംഘം കാഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തുന്ന പൂക്കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. TD റോബർട്ടിന്റെ നേതൃത്വത്തിലാണ് പൂക്കൃഷി ഒരുക്കുന്നത്. കേരള കർഷക സംഘം കാഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തുന്ന പൂക്കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് മുന്നേ പൂക്കൃഷിയുടെ ആരംഭം കുറിക്കാറുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കാഞ്ഞൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരു 7-8 കേന്ദ്രത്തിൽ പൂക്കൃഷി തുടങ്ങിയതാണ്. പക്ഷെ അതിനോടനുബന്ധിച്ച് നമുക്ക് ഓണത്തിന് കിട്ടാവുന്ന ഒരു ഇതാണ് നമുക്ക് വില കിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരോട് കുറച്ചുണ്ടാക്കണം പറയാനുള്ള അവസ്ഥയായി. അപ്പോൾ ഈ പൂക്കൃഷിയോട് ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു വരാണ്. ആ ഒരു ഇതിലാണ് റോബർട്ട് മുൻകൈ എടുത്ത് ഇവിടെ പൂക്കൃഷി തുടങ്ങാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് ഈ പൂക്കൃഷിയുടെ ഉദ്ഘാടനം ചെയ്തത്. TD റോബർട്ടിന്റെ നേതൃത്വത്തിലാണ് ഈ പൂക്കൃഷി ഒരുക്കുന്നത്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷിബു കൃഷിയിടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കർഷകവേദി പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ P. അശോകൻ ആശയം മുന്നോട്ട് വെച്ച് നമ്മുടെ പാർട്ടിയും കർഷക സംഘവും എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അതിന് ഏറ്റവും മാതൃകാപരമായി ആ പരിപാടി ഈ കർഷകവേദി പ്രസ്ഥാനം അത് നെൽകൃഷിയാണെങ്കിലും പച്ചക്കറി കൃഷിയാണെങ്കിലും പൂക്കൃഷിയാണെങ്കിലും മത്സ്യകൃഷിയാണെങ്കിലും ഏറ്റവും നന്നായി സംഘടിപ്പിച്ച ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് കാഞ്ഞൂർ പഞ്ചായത്താണ്. അപ്പോൾ കാഞ്ഞൂർ പഞ്ചായത്തിലെ പാർട്ടിയും കർഷക സംഘവും DYFIയും അതോടൊപ്പം തന്നെ കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും മഹിളാ അസോസിയേഷനും എല്ലാം തന്നെ താന്താങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഏറ്റവും ഫലപ്രദമായി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് തുടർച്ചയായി ഇടതടവില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് ഏറ്റവും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ റോബർട്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അതിന് നേതൃത്വപരമായ ചുമതല റോബർട്ട് നിർവഹിക്കുന്നു. ഇത് നമ്മുടെ എല്ലാ വീടുകളിലേക്കും നമുക്കുള്ള സ്ഥലത്ത് ഇപ്പോൾ ജയൻ്റെ സ്ഥലത്താണെങ്കിൽ മഞ്ഞക്കൃഷിയടക്കം അവിടെ കൃഷി ചെയ്ത് ഏറ്റവും നന്നായി ആ കൃഷി നടത്തി അതിന് വിളവെടുപ്പ് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എണ്ണിന് പറയുന്നില്ല, എല്ലാവരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ തോതിലും ഉള്ള കൃഷി ചെയ്തവരാണ്. ഓണക്കാലത്ത് നാടൻ പൂക്കൾ വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. P. അശോകൻ അധ്യക്ഷത വഹിച്ചു. PB അലി, KP ബിനോയ്, MB ശശിധരൻ മാസ്റ്റർ, AA സന്തോഷ്, കാഞ്ഞൂർ കൃഷി ഓഫീസർ സിമി ഹുസൈൻ, TD റോബർട്ട്, MG ശ്രീകുമാർ, സജിത ലാൽ, PT ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ TS ജയൻ, MK ലെനിൻ, MJ ഗോപിനാഥ്, VK അശോകൻ, NV ഷിജു എന്നിവർ സംസാരിച്ചു.